PSC നടത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ തസ്തികയിലേക്കുള്ള ചോദ്യപേപ്പർ നമ്പർ 11/2024/M അതിലെ 5 ചോദ്യങ്ങളാണ് വായിക്കുന്നത്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. രണ്ടാമത്തേത്, കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. മൂന്നാമത്തേത്, 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഇതിലെ ഉത്തരം ബി ആണ്. 1, 2, 3 മൂന്ന് പ്രസ്താവനകളും ഇവിടെ ശരിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ശരിയായത് തിരഞ്ഞെടുക്കുക. വൈക്കം സത്യാഗ്രഹം വർഷം 1928. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം 1931. ക്ഷേത്രപ്രവേശന വിളംബരം 1936. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916. അപ്പോൾ ഇതിലെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അതിലെ ബി, സി, ഡി ശരിയാണ്. ബി ഗുരുവായൂർ സത്യാഗ്രഹം 1931, പിന്നെ സി ക്ഷേത്രപ്രവേശന വിളംബരം 1936, ഡി മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916. മൂന്നാമത്തെ ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്തുക. ആര്യ സമാജം രാജാറാം മോഹൻ റായ്, സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. ഈ 4 ജോഡികളിൽ ശരിയായ ജോഡി ഉത്തരം ബി ആണ്. 2, 3, 4 ശരിയാണ്, ബാക്കിയെല്ലാം തെറ്റ്. ഇനി നാലാമത്തെ ചോദ്യം, അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? അതിലെ നാലാമത്തേതിൻ്റെ ഉത്തരം സി ആണ്. 1783 പാരീസ് ഉടമ്പടി. അഞ്ചാമത്തെ ചോദ്യം, G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്ത് നിന്നാണ്? ഉത്തരം ബി ആണ്, ഏഷ്യ. അടുത്ത 5 ചോദ്യങ്ങൾ ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.